ഐ നോബഡി നല്ല ട്രെയിലറായിരുന്നു, ഒന്നാമതായിരുന്നു. ഞാൻ ഈ പടം ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് പടം ഇറങ്ങി എൻ്റെ ഇൻ്റർവെല്ലിൽ എന്തായി എന്ന് കുറച്ച് പേരോട് ചോദിച്ചതിന് ശേഷം എല്ലാവരും കിടിലം പടം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ പടം ബുക്ക് ചെയ്തത് തന്നെ. പറഞ്ഞ ശരിയാണ്, ഇൻ്റർവെൽ വരെ ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് പടം വർക്കായിട്ടില്ല. എന്താണെന്നറിയില്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കുറേ പേര് കാണാൻ, ഇനിയും പടം കാണാൻ ബാക്കിയുള്ളവരുണ്ട്. സാറ്റർഡേ സൺഡേ ആയിട്ടായിരിക്കും കൂടുതൽ പേരും ഈ പടം ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ഇന്നലെ രാത്രിയിലാണ് പടം കണ്ടത്, കുറച്ച് ലേറ്റായി റിവ്യൂ പറയാൻ വേണ്ടി. ഓണർ കൊടുത്തിരിക്കുന്നത് ഹീസ്റ്റ്, ആക്ഷൻ, ക്രൈം, ഡ്രാമ, മിസ്റ്ററി, ത്രില്ലർ, ഈ രീതിയിലൊക്കെ ജോണ്ട് പറയുന്നുണ്ട്. ഡയറക്ടർ നിസാം ബഷീർ നൈസ് വർക്കാണ്. പുള്ളിയുടെ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ നൈസാണ്. റിട്ടയർ ബൈ സമീർ അബ്ദു. എനിക്ക് ഈ പേഴ്സണലി ഞാൻ പറയാലോ, എനിക്ക് പേഴ്സണലി ഞാൻ നോക്കുമ്പോൾ ഈ പടം എനിക്ക് വർക്കായില്ല എന്ന് മാത്രമല്ല, എന്നെ ഒട്ടും എൻ്റെ ഒരു ഇതിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ തരാതെ ഒരു മൂവിയാണ് അടുത്ത കണ്ടതിൽ വെച്ചിട്ട് ഐ നോബഡി. എന്താണ് ഉദ്ദേശിച്ചിരുന്നത് എനിക്ക് ഒന്നും മനസ്സിലായില്ല, സത്യം പറയാലോ. പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ഓക്കെ, സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴെങ്കിലും അതിനുള്ളൊരു നീതി പുലർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളെല്ലാം പറഞ്ഞു വെച്ച് തീർന്നു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതുണ്ടായില്ല. സെക്കൻഡ് ഹാഫ് എന്താ കാണിച്ചു വെച്ചിരുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. മാത്രമല്ല, കുറേയധികം ചോദ്യങ്ങൾ, ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സിനിമയെ കൊണ്ട് തിരിച്ചു വരുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ പറയാലോ, ഇങ്ങനെ ഇതാകുന്നതിലും ഭേദം ഒന്നും കണക്റ്റഡ് അല്ല. മീൻസ് ഇത് ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. വെറും പൊട്ട കൺസെപ്റ്റാണ്. ഇങ്ങനെ നടക്കാനേ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്, ഒന്നിനും ഒരു ഉത്തരവില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പൃഥ്വിരാജ് ഖലീഫയിൽ ഈടിലും കാണാം. അഭിനയം ഓക്കെയാണ് പൃഥ്വിരാജിൻ്റെ അഭിനയം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ്. എന്നിട്ടും എന്ത് പറ്റി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആയിട്ട് പോലും ഈ പടത്തിന് എന്ത് പറ്റി എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. വർക്കായില്ല പൈസ. ഇനി മ്യൂസിക് പറയാനില്ല, എക്സ് ബിജോയിൻ്റെ ആണ്. അതിലൊന്നും ഒരു ഇതുമില്ല. ഫൈറ്റ്, ആക്ഷൻ, നല്ല കിടിലൻ ആക്ഷനാണ്. സിനിമാറ്റോഗ്രഫി നല്ലതാണ്. പക്ഷെ കഥ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പിടുത്തമില്ല. നടക്കാനുള്ള കഥയാണോ? ഒരിക്കലുമല്ല. എന്നാൽ ഫിക്ഷനാണോ? അതുമല്ല. എന്തൊക്കെയോ കാണിച്ചു കൊടുത്തേ. എനിവേ, ഒരു തവണ പോയിട്ട് കണ്ടു നോക്ക്. ഫസ്റ്റ് ഹാഫ് കാണാൻ വേണ്ടി വേണമെങ്കിൽ തിയേറ്ററിൽ കാണാം. സെക്കൻഡ് ഹാഫ് ഞാൻ ഒട്ടും പടം എനിക്ക് വർക്കായില്ല. എനിക്ക് വർക്കായില്ല.